ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അഖിന അങ്കിൾ. ഞാനിന്ന് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാളികപ്പുറത്തിൻ്റെ സെറ്റിലാണ്. ഇപ്പോൾ ഞങ്ങൾ ഓൾറെഡി റെഡിയായി എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരുപാട് പേര് ചെയ്തിട്ടുള്ളൊരു വീഡിയോയാണ്, പക്ഷേ എങ്കിൽ പോലും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാനൊരു വീഡിയോ എടുക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാളികപ്പുറം സെറ്റിൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, ഞാനിന്ന് എന്തൊക്കെയാണ് കഴിക്കുന്നത്, സെറ്റിൽ എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരും. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം, ഇന്നൊക്കെ ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇന്ന് എൻ്റെ കൂടെ അമ്മയല്ല വന്നിരിക്കുന്നത്, എൻ്റെ കൂടെ പൊന്നിയാണ് വന്നിരിക്കുന്നത്. അപ്പം പൊന്നിയുടെ സ്പെഷ്യൽ ക്യാമറ വർക്ക്സൊക്കെ ഇന്ന് കാണിക്കുന്നതായിരിക്കും, കാഴ്ച വയ്ക്കുന്നതായിരിക്കും. അല്ലേ പൊന്നി? അപ്പോൾ നമുക്ക് വാട്ടയിട്ടിന് കാണാം. ഫസ്റ്റ് ഫുഡിനൊക്കെ മുമ്പേ ഷൂട്ടായിരുന്നു, അത് ഔട്ട്ഡോർ ആയിരുന്നു കേട്ടോ. അതേ കരിക്കക അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഇനി നമുക്ക് ഫുഡിലേക്ക് പോവാം. നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് കട്ടൻ ചായയാണ് കേട്ടോ. അത് ചൂടുള്ള കട്ടൻ ചായ. കട്ടൻ ചായ ആണെങ്കിൽ വിത്തൗട്ട് ഷുഗറാണ്. അതായത് കട്ടനാണെങ്കിൽ മധുരം ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ പാൽ ചായ ആണെങ്കിൽ മധുരം ഇടുന്നത് എനിക്ക് നിർബന്ധമാണ്. രാവിലെ പാൽ ചായ ഉണ്ടാകും, പക്ഷെ ഞാൻ പാൽ ചായ എടുത്തില്ല. ഞാനൊരു കട്ടൻ ചായ എടുത്ത്, രാവിലെ പാൽ ചായ പറ്റത്തില്ല. കഴിച്ചാ എന്താ കഴിച്ചേ? ദോശയും കടലക്കറി. എങ്ങനെയാണ് ദോശയും കടലക്കറി? പുട്ടെങ്ങനെ ഉണ്ടാക്കപ്പെണ്ണെ? ഞാൻ അപ്പവും വെള്ളം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി കടലക്കറി ആയിരുന്നു കേട്ടോ. പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു, ഉപ്പുമാവ് ഉണ്ടായിരുന്നു, അപ്പം, ദോശ, പുട്ട് ഒക്കെ ഉണ്ടായിരുന്നു. സാധാരണ 2 ഐറ്റംസാണ് ഉണ്ടാവാറ്, ഇന്ന് 3 ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു 11:30 ആയപ്പോൾ നമുക്കിത് ബിസ്ക്കറ്റും നാരങ്ങ വെള്ളം എത്തി. ഞാൻ ഷുഗർ ഇട്ട് നാരങ്ങ വെള്ളം മേടിക്കാറില്ല കേട്ടോ, അതുകൊണ്ട് ഉപ്പ് നാരങ്ങ വെള്ളമാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം കണ്ടോളൂ, ഈ വലിയ കാര്യത്തിൽ ഉപ്പിട്ട് നാരങ്ങ വെള്ളം മേടിച്ചു. ഒട്ടുക്കത്ത പുളിയും ഉപ്പും കാരണം വായിൽ വെക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. എൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഷൂട്ടിലാണ് കേട്ടോ. ഇപ്പോൾ ഷൂട്ടിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ല ഞാനവിടെ പോയി ഫുഡ് അടി മാത്രമല്ല നമ്മൾ ഷൂട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഇതിൻ്റെ ഗ്യാപ്പിൽ നിങ്ങളൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതോടെ ആഡ് ചെയ്തേക്കുന്നത്. മേക്കപ്പ് ചേട്ടൻ ശബരിമലയ്ക്ക് പോയേക്കും. അരവണയൊക്കെ കഴിച്ച് സെറ്റായിരുന്നപ്പോഴത്തേക്കും ലഞ്ച് ബ്രേക്കായി. ലഞ്ചിന് നമുക്ക് നോൺ വെജ് ഇല്ല കേട്ടോ. കാരണം മാളികപ്പുറം എന്ന് പറയുന്നത് ഒരു ഡിവോഷണൽ സീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സെറ്റിൽ നോൺ വെജ് അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് ഊണിന് നോൺ വെജ് ഉണ്ടാവാറില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറി എന്ന് പറയുന്നത് അവിയലുണ്ട്, പപ്പടമുണ്ട്, മാങ്ങാച്ചാറുണ്ട്, പിന്നെ ഈ മഞ്ഞ കളറിലത് മധുരക്കറിയാണ് കേട്ടോ. ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ചെറുപയറും ചുണ്ടും കൂടെ തോരൻ വെച്ചതുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒഴിക്കാനായിട്ട് പരിപ്പ് കറിയാണ് കേട്ടോ എടുത്തത്. സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പരിപ്പ് കറിയാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ച് സാമ്പാറൊക്കെ എടുത്ത് കഴിച്ചു. സൂപ്പർ ഊണാണ് കേട്ടോ. നമുക്ക് പിന്നെ ഇവിടെ പായസം ഉണ്ട്, എല്ലാ ദിവസവും പായസം ഉണ്ടാകും ഊണിന്. ഞങ്ങൾക്ക് ഇന്ന് അടപ്രഥമനായിരുന്നു കേട്ടോ, അടപ്പായസം. അങ്ങനെ ലഞ്ച് കഴിഞ്ഞ് 3 മണിയായപ്പോൾ വീണ്ടും ഒരു കട്ടൻ ചായ വന്നു. ഇപ്പോൾ സമയം എത്രയായി? 4:45 ഞാൻ ഷോട്ടിൽ നിൽക്കുന്നു. അപ്പോൾ നല്ല കാപ്പിയുടെ മണം. 5 മണിയാകുമ്പോൾ ഇവിടെ ചായയും കാപ്പിയും സ്നാക്സും കൊണ്ടുവരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് പറഞ്ഞേക്കാം എനിക്കിന്ന് കാപ്പി മതിയും. ചേട്ടാ 2 പാൽ കാപ്പി. സ്നാക്സ് ഇതിനുവേണ്ട സുഖിയൻ. എനിക്ക് സുഖിയൻ വേണ്ട. ഇതിനുള്ളിൽ മറ്റേ പയറല്ലേ, അതെനിക്ക് വേണ്ട. സുഖിയനല്ലേ സുഖിയൻ. കേട്ടോ കഴിക്കൂ.
സൂപ്പറാ. ചൂടുണ്ട് കേട്ടോ. ഇച്ചിരി ചമ്മന്തി കൂടെ വേണം ഈ വടയുടെ കൂടെ. ഇത്തിരി ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ ക്യാമറ പിന്നല്ല. നല്ല ചൂട് കോഫിയും വടയൊക്കെ കഴിച്ച് ഞാൻ റെസ്റ്റിലാണ് കേട്ടോ. കാരണം എനിക്കിപ്പോൾ ഷൂട്ടില്ല. ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മിക്കാണ്. ലക്ഷ്മി എന്ന് പറയുന്നത് ഇതിൽ മൃത്യുദേവതയുടെ കഥാപാത്രം ചെയ്യുന്നില്ലേ, അവളാണ് കേട്ടോ. അവളുടെ ഷൂട്ട് നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഔട്ട്ഡോർ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും അകത്തേട്ട് കയറി. ഇവിടെ രഞ്ജിത്തേട്ടൻ്റെയും രാജീവ് ചേട്ടൻ്റെയൊക്കെ ഷൂട്ട് നടക്കുകയാണ്. ഞാനും ഉണ്ട് ആ സീനിൽ. അപ്പോൾ അവരുടെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ സൈഡിൽ മാറിയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് വെറുതെ ചില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള സീൻ എന്ന് പറയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സീനാണ്. അതായത് ഞാൻ നേരത്തെ ഉള്ളൊരു പാസ്റ്റ് ലൈഫ് കാണിക്കുന്നതിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അതിന് ഡെലിവറി സീനൊക്കെ ഉണ്ട് കേട്ടോ. ആ സീനാണ് അടുത്ത. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഈ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഡിന്നറായി. ഡിന്നർ ടൈമിൽ ഞങ്ങൾക്ക് ദോശയും ഗോബി മഞ്ചൂരിയും ആയിരുന്നു. ചപ്പാത്തി ചിക്കൻ കറിയും ഉണ്ട്. അപ്പം ഞാനിതാണ് ചൂസ് ചെയ്തത് കേട്ടോ. പിന്നെ ഒരു 7:30 ആയപ്പോൾ കഞ്ഞിയും പയറും ചമ്മന്തിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിന് ഷൂട്ടിനിടയിലാണ് ഞാനത് കഴിച്ചില്ല. അപ്പോൾ നമുക്കത് മിസ്സായി വാട്ടായിട്ടിൻ്റെ ഇടയിൽ. കഷ്ടമായിപ്പോയി. സൂപ്പർ. പുളിയല്ലേ? ദോശക്ക് അതും കൂടി ആയി. ദോശക്ക് ഇത്തിരി പുളിയുണ്ട്. കറി സൂപ്പറാണ്. ഇവിടെ ചിക്കൻ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ചിക്കൻ മേടിച്ചില്ല. ഞങ്ങൾ വെജാണ്. വെജ് ഇവിടെ വരുമ്പോൾ ചിക്കൻ അങ്ങനെ കഴിക്കാറില്ല. നമ്മൾ ചിക്കൻ കറി എനിക്ക് അത്ര ഇഷ്ടമാണ്. നമ്മൾ വെജോ എഗ്ഗോ മേടിക്കും. അപ്പോൾ ഇതാ ഈ ഡിന്നർ കഴിക്കുന്നതോടി വാട്ടയേറ്റിൻ്റെ ഡേ തീരുവാണ് എൻ്റെ മാളികപ്പുറം ലൊക്കേഷനിലെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.